നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുസ്മിതേ, നീ ഫോൺ മര്യാദയ്ക്ക് രോഹിതിന് കൊടുക്ക്. എനിക്ക് പറയാനുള്ളത് രോഹിതിനോടാ, അല്ലാതെ നിന്നോടല്ല. ഈ PA എന്നൊരു വാക്കിനർത്ഥം പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാ. അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ വരെ എടുക്കാനുള്ള അധികാരമുള്ള ആൾ. ഞാനിപ്പോ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നങ്ങ് വെച്ചോ. ഞാനിപ്പോ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. എന്താന്നറിഞ്ഞൂടാ സുസ്മിത, എന്റെ തലയ്ക്കുണ്ട് ഇപ്പൊ നല്ല ചുട്ടു പള്ളിക്കുന്ന ചൂട്. ഞാനും ഒന്ന് തണുപ്പിച്ച കുഴപ്പമുണ്ടാ സുസ്മിത? അത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞോ? ഓ, ഇവിടെ ചുറ്റിക്കറങ്ങി ഇന്നത്തെ ലഞ്ച് മുടക്കോ? എന്താ വരുന്നത്? അല്ല, അവിടെയും ഭയങ്കര ചൂടല്ലേ. ഇതിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിന്റെ കഷ്ണമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ അറിയാൻ പറ്റുമല്ലോ. അതാണ്. അല്ലെങ്കിൽ ചിലപ്പോ സാമ്പാർ അവിയലായി പോകും സുസ്മിത. അതെ, എനിക്ക് പുറത്തു പോകാനുള്ളതാ. സാമ്പാറോ അവിയലോ എന്താ പെട്ടെന്ന് റെഡിയാക്ക്. ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും. ഇനി ചൂസ് റെഡി ആയിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വന്നോ, എല്ലാം ഞാൻ ശരിയായി തരാം. ഫോൺ അടിക്കണം. എന്റെ ഫോൺ അടിക്കണം. ഫോൺ അടിക്കണം. അതടിച്ചോളും, അവിടെ കിടന്ന് അടിച്ചോളും. അടിക്കട്ടെ, നമ്മക്കെന്ത്. ഞാൻ അങ്ങോട്ട് ചെന്ന് അരിയാ, അല്ലെങ്കിലേ സൂസു എന്നെ അടിക്കും. അയ്യോ, രോഹിത്തെ, ഫോൺ പിന്നെ അടിക്കുന്നുണ്ടല്ലോ. എന്നെ ചതിച്ചോളാ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയോള്. എന്റെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസ്. അയ്യോ പൊട്ടങ്ങുണാപ്പാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളതാണ് നിന്റെ മുന്നിൽ ഇരിക്കുന്നത്. രക്തം ഊറ്റി കുടിക്കാനല്ലടാ, വീഞ്ഞ ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ടിട്ട് അത് വലിച്ചു കുടിക്കാൻ മേടിക്കുക അവള്. നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലടാ മണ്ട. രോഹിത് എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എത്ര നേരായിട്ട് വിളിക്കുക. രോഹിത് ഇപ്പൊ എവിടാ? നരകത്തില്. എടി ശ്യാമേ, ഇത് ഞാനാ സുസ്മിത. നീയൊക്കെ കൂടി രോഹിത്തിനെ ചതിച്ചൊരു വഴിയാക്കിയില്ലേ? എന്നിട്ടിപ്പോ കുശലാന്വേഷണം നടത്താൻ വിളിച്ചിരിക്കുക. ചത്തോ ഇല്ലയോന്ന് അറിയാനാണോടി നീ ഇപ്പൊ വിളിച്ചത്? അതെ, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? ഞാൻ ആരാണെന്നും രോഹിത്തിന് ഞാൻ ആരായിരുന്നുവെന്നും പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ? നിന്നെ അവന് വേണ്ടാന്ന് ഊഹിച്ചൂടെ? ഇല്ലെങ്കിൽ പിന്നെ അവൻ എന്റെ അടുത്ത് വരുമോ? സുസ്മിതേ, നീ ഫോൺ മര്യാദയ്ക്ക് രോഹിതിന് കൊടുക്ക്. എനിക്ക് പറയാനുള്ളത് രോഹിതിനോടാ, അല്ലാതെ നിന്നോടല്ല. ഈ PA എന്നൊരു വാക്കിനർത്ഥം പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാ. അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഫോൺ വരെ എടുക്കാനുള്ള അധികാരമുള്ള ആൾ. ഞാനിപ്പോ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നങ്ങ് വെച്ചോ. ഞാനിപ്പോ രോഹിത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ. അങ്ങനെയാണെങ്കിൽ അവനോട് എന്തേലും പറയാനുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയണം. എന്നിട്ട് ഞാനത് അവനോട് പറയും. രോഗി അവളുടെ ഭർത്താവെന്ന് പറഞ്ഞു ഇവിടെ പച്ചക്കറി എറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടാ.
ആ ഓർമ്മ വേണം നിനക്ക്. എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? പറയടി, അവനോട് എന്തേലും നിനക്ക് പറയാനുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. രോഹിത്തെ, ശ്യാമ, നിനക്ക് അവളോട് എന്തേലും പറയാനുണ്ടോ? എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. മേലെ തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞേക്ക്. ഈ സ്നേഹവും പ്രേമവും ഒക്കെ തോന്നണമെങ്കിൽ വേറെ ഒരു മരഭാവിയോട് എങ്ങനെയാ തോന്നുക? ജീവനുണ്ടെന്ന് നമുക്കൂടെ തോന്നണ്ടേ? അയ്യോ, ഇവൾ ഈ ചെറുക്കന്റെ ജീവിതം കോഞ്ഞാട്ടാക്കുകയാണല്ലോ ദൈവമേ. ഇവന്റെ ഭാര്യയെ കൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുപ്പിക്കാനുള്ള സകല വഴിയും എന്റെ സഹധർമ്മിണി നോക്കുന്നുണ്ട്. കുടുംബങ്ങളൊക്കെ ഇവളെ കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ. രോഹിത്തിന്റെ വായിൽ നിന്ന് തന്നെ നിന്നെ കുറിച്ചുള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ കേട്ടല്ലോ. അവൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്നാ പറയുന്നത്. കാലി ക്ലാസ് കുടിച്ചു. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. നിന്നെ ഇഷ്ടമല്ലാത്ത ഭർത്താവിനെ വരുതിയിൽ കൊണ്ടുവരാൻ നിയമത്തിൽ വല്ല പഴുതുകളുണ്ടോ നോക്ക്. ഞാനും നോക്കാം. കിട്ടിയാ പറഞ്ഞുതരാം. എന്താ വെച്ചിട്ട് ഓടി നിന്റെ പാട്ടിന്. അവൻ വരില്ല. നീ അവനെ പ്രതീക്ഷിക്കാൻ വേണ്ട. വെച്ചോ. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഈ പാവമൊക്കെ ഇവളെ എവിടെ കൊണ്ടുവച്ച് തീർക്കുമെന്റെ ദൈവമേ. ജഗദീപേ, നീ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ സുസു, നിന്റെ കൂട്ടത്തിൽ കൂടിയതിനു ശേഷം എന്റെ ജീവിതമോ പോയി. എവന്റെ ജീവിതം കൂടെ തൊലകല്ലേ. തമ്മി തല്ലിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഒന്നിപ്പിക്കാൻ ഇച്ചിരി പാടാ. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ ഇവിടെ നിൽക്കുന്നോ അതോ പുറത്തു പോകുന്നോ? അതെ, മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. എന്നൊരു സംശയമാണ്. ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണോ അതോ നീയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നില്ല, നാട്ടുകാർ ചോദിക്കുന്നതാണ്. ചോദിക്കുന്ന ആരാണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് വരാൻ പറ. മറുപടി ഞാൻ കൊടുത്തോളാം. എന്റെ ദൈവമേ, ഈ അസുരവിത്തിന്റെ മുന്നിൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കിയല്ലേ കാര്യം നടക്കൂ. അതിൽ തന്നെ പിടിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.